പ്രിയമുള്ളവരെ, പനി ഇച്ചിരി കുറവുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കര തലവേദനയാണ്. പിന്നെ എന്തുവാ, ഇൻസുലിനൊക്കെ എടുത്തു. ഇച്ചിരി ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. നിൽക്കാനൊന്നും മേല, കാലൊക്കെ ഭയങ്കര നീരാണ്. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം കടന്നു പോകുന്നത്. എങ്കിലും നമുക്കതിനെ തരണം ചെയ്തല്ലേ പറ്റത്തുള്ളൂ. നിങ്ങളുണ്ടല്ലോ കൂടെ, എൻ്റെ കുഞ്ഞു മോനും ഉണ്ട്. ഞാൻ ഇപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയിരുന്നു. ഇച്ചിരി ഒന്ന് ഭയങ്കര ചൂട് ഇതിനകത്ത്. അപ്പോൾ പുറത്തിറങ്ങിയിരുന്നൊന്ന്, ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. പുറത്തിറങ്ങിയിരുന്നൊന്ന് ഇവിടെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോഴാണ് ഞാനൊരു കാര്യം കണ്ടത്. ഞങ്ങളിവിടെ കുറച്ച് പച്ചക്കറികൾ നട്ട് വളർത്തുന്നില്ലേ, അതിൽ നിന്നാണ് ഞാൻ പറഞ്ഞല്ലോ, എനിക്കുള്ള ആഹാരമെല്ലാം ഞാൻ അതിൽ നിന്നുള്ളത് ഉണ്ടാക്കത്തുള്ളൂ. കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ നിന്നേ കഴിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട് ഒരു പയറുണ്ട്. ആ പയർ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ നട്ടതാണ്. കണ്ടോ, എൻ്റെ ഒരു കൈയുടെ അത്രയുണ്ട്. നല്ല നീളം വെച്ചു. 1 മീറ്റർ, ഏകദേശം 1 മീറ്ററോളം ഇതിന് നീളമുണ്ട്. നമ്മുടെ ഈ കയ്യിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു കൈയുടെ അത്രയുണ്ട്. അത്രയും നീളം വെച്ച ഒരു പയറാണ് കേട്ടോ. അങ്ങനെ 5-6 പയർ കിട്ടി. ഇന്നിനൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ നാളെ എങ്ങാനും ഇതിനെ വീക്ക് വെച്ചോ എങ്ങനെയെങ്കിലും കഴിക്കാൻ ശ്രമിക്കണം. ഡോക്ടർമാർ പറയുന്നത് ശ്രമിക്കുക, അല്ലാതെ എന്താ പറയുക. ഇങ്ങനെ ഒരു അസുഖമൊക്കെ വന്നു പോയാൽ അതുപോലെ എന്നെപ്പോലെ എല്ലാവരോടും എനിക്കും അതേ പറയുള്ളൂ. പറ്റത്തില്ല നമ്മളെ കൊണ്ട്, പക്ഷേ പറ്റും എന്ന് നമ്മൾ മനസ്സിനെ പഠിപ്പിച്ച് മുന്നേറുക കേട്ടോ. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ ശരീരത്തിൻ്റെ വേദന മനസ്സറിയത്തില്ല. നമ്മൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഓവർകം ചെയ്ത് പോകും. നമുക്ക് വലിയ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ആയിരിക്കാം, പക്ഷേ അതിനെയൊക്കെ നമുക്ക് മാറ്റാൻ കഴിയും എന്ന് നമ്മൾ മനസ്സിനെ പഠിപ്പിച്ച് നമ്മൾ കുഞ്ഞുങ്ങളോടൊപ്പം കുറച്ച് സമയമൊക്കെ സെലവ് ചെയ്ത് ഇതുപോലെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്കിങ്ങനെ പോവാം കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാണ്. ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്.